ഒരു രോഗിയോട് ചോദിക്കേണ്ട അടിസ്ഥാന ചോദ്യങ്ങളിൽ ഒന്നാണ് പുകവലി. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രഷർ, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ഇതിലെല്ലാത്തിലും പുകവലിയുടെ കാരണമുണ്ട്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. ഇതെല്ലാ വർഷവും ഇപ്പോൾ 1988 ശേഷം ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം അതിനെക്കുറിച്ചുള്ളൊരു അവബോധമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 2025 എത്തുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇനിയും വേണ്ടതുണ്ട് എന്നൊരു ആവശ്യകതയിൽ ഊന്നിക്കൊണ്ടാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ജോബിൻ ജോസ്. ഡോക്ടറെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഹലോ റേഡിയോ സ്വാഗതം ചെയ്യാണ്. ശ്രോതാക്കൾക്കും ഞങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ദിനാചരണം കൊണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ടും എന്താണിത് ലക്ഷ്യം വയ്ക്കുന്നത്? നന്ദി. ഈ ഒരു അവസരത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇത് പുകയിലയുടെ ഉപയോഗം വളരെയധികം ജനങ്ങളിൽ ഏകദേശം മരണകാരണമാകുന്ന 3 രോഗങ്ങളെങ്കിലും, അതായത് ഇപ്പോൾ സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, അതുപോലെ തന്നെ നമ്മുടെ ആസ്മ പോലെയുള്ള COPD പോലെയുള്ള രോഗങ്ങളുടെ മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ പുകയിലയാണ്. ഈ പുകയില എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ഒരു ചെറുപ്രായത്തിലാണ്. ഇനീഷ്യേഷൻ നമ്മൾ പറയും, ഏജ് ഓഫ് ഇനീഷ്യേഷൻ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 13 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായത്തിലാണെന്നാണ്. ഇപ്പോഴും ഇന്ത്യയിലെ ഒരു ലേറ്റസ്റ്റ് സ്റ്റഡി വെച്ചിട്ട് ഏകദേശം 10% കുട്ടികൾ ഇപ്പോഴും ഈ 13-15 വയസ്സിനിടയിലുള്ള കുട്ടികളിൽ 10% ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുകയില ഉപയോഗം തുടങ്ങുന്നത് ഈ വയസ്സിലാണെങ്കിലും പിന്നീട് നമ്മൾക്ക് പിന്നീടുണ്ടാകുന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് നമുക്കൊരു 50-60 വയസ്സിൽ വരുന്നതിൻ്റെ കാരണം ഈ 13-15 വയസ്സിൻ്റെ ഇടയിലുള്ള ആരംഭമാണ്. അതിനെ തടയുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിലാണ് ഇപ്പം നമ്മുടെ ലോകാരോഗ്യ സംഘടനയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംഘടനകളാണെങ്കിലും ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് 2025 ടോപ്പിക് എന്ന് പറയുന്നത് അൺമാസ്കിംഗ് ദ അപ്പീൽ എന്നാണ്. അതായത് ഈ ടൊബാക്കോ പ്രൊഡക്ട്സിന് ഒരു ഭംഗി കൊടുത്തിട്ടുണ്ട്, ആ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഉള്ള അപകടത്തെ തിരിച്ചറിയണം എന്ന രീതിയിലാണ് ഇതിനെ ഇപ്രാവശ്യത്തെ പറയുന്നത്. അതായത് ബ്രൈറ്റ് പ്രൊഡക്ട്സ് ഡാർക്ക് ഇൻറ്റൻഷൻ എന്നാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. പണ്ടൊന്നും ഇങ്ങനെ ഇത് ഈ പുകയിലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗം തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമൊന്നുമല്ല. ഈ സമൂഹം ഉണ്ടായിരുന്ന കാലം മുതൽ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. ഈ സൈക്കോ ആക്റ്റീവ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പിലാണ് നമ്മുടെ ഡ്രഗ്സ് ഒക്കെ വരുന്നത്. കൊക്കെയിൻ, ഈ കൊക്കെയിൻ, കന്നാബീസ് അല്ലെങ്കിൽ കഞ്ചാവ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്നതാണ് നിക്കോട്ടിനും. അപ്പോൾ ആ കാലത്ത് ആൾക്കാർ പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പം നമ്മുടെ ഇടയിൽ ഉപയോഗം നമ്മൾ സിഗരറ്റായിട്ടും ബീഡിയൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളെങ്കിലും ഇത് പുകയില്ലാത്ത പുകയിലകൾ ചവയ്ക്കുന്നത്, ഉപയോഗിക്കുന്നത്. അതുപോലെ ആദിവാസികളുടെ ഇടയിൽ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് സ്മോക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ സ്മോക്ക് ചെയ്യുന്നത് തിരിച്ചു പിടിച്ചാണ്. പുക അകത്താണ്, ബേണിങ് ഇൻസൈഡാണ്. അതുപോലെ നോർത്ത് ഈസ്റ്റിൽ ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ കൂടുതൽ അങ്ങനെ പറയും, ചുട്ട സ്മോക്കിംഗ്. അങ്ങനെയുള്ള പല രീതിയിലുള്ള സ്മോക്കിംഗ് ഉണ്ട്, പല രീതിയിലുള്ള യൂസ്. അതിലാണ് നമ്മൾ പറയുന്ന ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, കൊക്കെയിൻ പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ അഡിക്ഷനുള്ള ഒരു സാധനമാണ് ശരിക്കും. ഒരു കഞ്ചാവ് എന്ന് പറയുന്നതിനേക്കാളും ഇപ്പൊ നമ്മളെല്ലാവരും കഞ്ചാവ്, ഡാൻസ് ഓഫ് എന്നൊക്കെയുള്ള സബ്ജക്റ്റാണ് സംസാരിക്കുന്നെങ്കിലും, അതായത് സിഗരറ്റിനെ, ബീഡിയൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നത് പോലെ ഇതല്ല. പക്ഷെ അതിനേക്കാളൊക്കെ അഡിക്ഷൻ ഉള്ളതാണ്. കാരണം അതിന്റെ ഒരു റീസൺ ഇത് നമ്മുടെ ശരീരത്തിലുള്ള സാധനമാണ്. ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം ഡോപ്പാമിൻ റിലീസ് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സുഖം കിട്ടും, പ്ലഷർ. ഇതിനാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൊബാക്കോന്റെ ഗുണം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതുവരെ ഉപയോഗിക്കാത്ത ഒരാളിൽ 10 റിസപ്റ്റേഴ്സ് ആണെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഇതിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കും. 10 മാറി 20 കുറച്ച് കഴിയുമ്പോൾ 100.
ഈ 100-നും വേണ്ട നിക്കോട്ടിൻ അല്ലെങ്കിൽ പുക അല്ലെങ്കിൽ നമ്മുടെ ടൊബാക്കോ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യം വരണം. അപ്പോൾ ഒരു സാധാരണ കുട്ടിയിൽ 20 ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ 10 ഉണ്ടാവുള്ളൂ. ഉപയോഗിച്ചു തുടങ്ങി ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ശാരീരികമായ ഒരു അടിമത്തം ഇതിന് വരും. പിന്നെയാണ് ഈ ഞാൻ പറഞ്ഞ പ്ലഷർ, സുഖം. അപ്പോൾ ശരീരം ഇതിന് ക്രേവ് ചെയ്യും. ശാരീരികമായും മാനസികമായും നമുക്ക് ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ എന്താ പറയുക അടിമത്തം ഉണ്ടാക്കാവുന്ന ഇതുപോലെ പവർഫുള്ളായിട്ടുള്ള ഒരു ഡ്രഗ് ഇല്ല. അതാണ് നമ്മുടെ എല്ലാ ലഹരി വസ്തുക്കളെക്കാളും മുകളിൽ വെക്കേണ്ട ഒന്നാണ് ഈ പുകവലി അല്ലെങ്കിൽ നിക്കോട്ടിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അറിയുന്നില്ല ചെറുപ്രായത്തിൽ തന്നെ. ഇപ്പോൾ ഡോക്ടർ അത് പറയുമ്പോൾ ഇവരുടെ കൈകളിലേക്ക് അത് എത്താൻ പാടില്ലാത്തൊരു സമയത്താണ് കുട്ടികളിലേക്ക് പോലും അത് എത്തുന്നത്. ആദ്യകാലങ്ങളിൽ മുതിർന്നവർ മാത്രം ഉപയോഗിക്കുന്നത് കണ്ട് ശീലിച്ച് അനുകരിക്കുന്ന കുട്ടികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പല മേഖലകളിലൂടെ കുട്ടികളെ അതിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്രാവശ്യം അത് തന്നെയാണ് WHO പറഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ വ്യവസായ തന്ത്രങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളത്, അട്രാക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. ശരിക്കും ഈ ഒരു 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില കൊടുക്കരുതെന്ന് എഴുതി വെച്ചിട്ട് അവർക്ക് തന്നെ കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരും തെറ്റുകാർ തന്നെയാണ്. പിന്നെ വേറെ ഏതൊരു മേഖലയിലൂടെയൊക്കെയാണ് ഇവർ ആകർഷിക്കപ്പെടുന്നതായിട്ട് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത്? ഈവൻ നമുക്ക് ഇതിന്റെ വ്യവസായത്തിന്റെ കൈകൾ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. നിങ്ങൾക്ക് ഒരു ശരിക്കും പറഞ്ഞു നമുക്ക് കോട്ട്പ ആക്ട് ആണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും 400 മീറ്റർ ചുറ്റളവിൽ ഒരു തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അറിഞ്ഞാൽ തന്നെ നിങ്ങൾ കൊടുക്കുന്ന കംപ്ലൈന്റിന് വക്കീലിനെ അയക്കുന്നത് ഇൻഡസ്ട്രിയാണ്. അതാണ് അവരുടെ ധൈര്യം. നമ്മൾ ഒരു അല്ല നമ്മൾ പേഴ്സണലി 4 ലക്ഷം കൊടുത്ത് വക്കീലിനെ വയ്ക്കുന്നല്ല. അത് ഫൈറ്റ് ചെയ്യുന്നത് വലിയ വലിയ വക്കീലന്മാരാണ്. കാരണം അത് കൊടുക്കാൻ അവർ റെഡിയാണ്. പിന്നെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ 2 രീതിയിൽ അതിനെ കാണണം. ഏകദേശം നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതായത് തായ്ലൻഡ്, ഇന്ത്യ, വിയറ്റ്നാം ഇങ്ങനെയുള്ള കൺട്രീസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഏകദേശം 7 ലക്ഷം ടണ്ണാണ് പുകയില മാത്രം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം ഒരു 4 ലക്ഷം ഹെക്ടർ ഇതിനു വേണ്ടി നമ്മൾ ഇതുണ്ട്. അത്രയും തന്നെ 4 കോടി 5 കോടി ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഫാമേഴ്സ്. അപ്പോൾ അവരൊക്കെ ഫീഡ് ചെയ്യുന്ന ഒരു പ്രത്യേകതര ശൃംഖലയാണ് ബേസ്. ഇത് ഞാൻ പറഞ്ഞത് 4 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ സെക്ടറിലാണ്. ഇൻഫോർമലായിട്ട് ബീഡിത്തെറുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു വേറൊരു വിഭാഗമുണ്ട്. അപ്പൊ ഇതില് അട്രാക്ഷൻ കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാത്ത പോലെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സിനിമകളിൽ പോലും നമുക്കിപ്പോൾ കാണാം കുറച്ച് കൂടുതലായി അടിയിൽ എഴുതി വെക്കുന്നുണ്ട്, വാണിംഗ് ഉണ്ടെങ്കിലും അത് കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചിലപ്പോൾ ഹൈപ്പ് ചെയ്തും കാണിക്കുന്നുണ്ട്. അത് കാണിക്കുന്നത് സിനിമക്കാരെപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കാം, അവർ പറയും ഞങ്ങളിത് ആരനുകരിക്കരുതെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബിഹേവിയറൽ പ്രോബ്ലമാണ്, സ്വഭാവത്തിൽ വരുന്ന പ്രശ്നമാണ്. അത് ആരംഭിക്കുന്നത് 13 മുതൽ 15 വയസ്സ് വരെയുള്ള സമയങ്ങളിലാണ്. ഈ 13 മുതൽ 15 വയസ്സ് വരെയാണ് ആരാധന സ്വഭാവം തുടങ്ങുന്നത്. അവിടെയാണ് ഇവർ തന്ത്രപരമായി ഈ സാധനത്തിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിന്റെ പാക്കിംഗ്, പിന്നെ അതുപോലെ വലിയൊരു കാലത്ത് ഇപ്പോൾ കർണാടകത്തിൽ നിരോധിച്ചു. പക്ഷെ ഹുക്ക എന്ന് പറയുന്നത് വളരെ ഹാമല്ലാത്ത ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചിരുന്നു. അതിൽ പുകയിലല്ലേ, അത് കുഴപ്പമില്ല എന്നുള്ളത്, ഇത്രയും ഹാമല്ല. പക്ഷെ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു 20 ടൈംസ് പ്രോബ്ലമാറ്റിക് ആണ്. കാരണം നിക്കോട്ടിൻ എന്ന് പറയുന്ന സാധനം അലിയുന്ന സാധനമാണ്, വെള്ളത്തിൽ അലിയുന്ന സാധനമാണ്. എന്തും വെള്ളത്തിൽ ഏത് വെള്ളം വെച്ചാലും ഇതിൽ അലിയും. ആ അലിഞ്ഞ പുകയാ കയറുന്നതാണ് നിക്കോട്ടിൻ്റെ. അപ്പോൾ ഹുക്ക, പിന്നെ സ്ലിം ആയിട്ടുള്ള സ്ലീക്ക് എന്ന് പറയുന്ന അതിൻ്റെ പാക്കിംഗ്, കളർ, ഇതൊരു സാധാരണ നമ്മുടെ ബീഡി എടുക്കുക, ബീഡി പൊതിഞ്ഞിരുന്ന എന്താണ് ഒരു സാധാരണ ഒരു കവറിലാണ്. ഈ സിഗരറ്റൊന്നും അങ്ങനെയല്ല വരുന്നത്. ആ പാക്കറ്റിലൊരു ഗോൾഡിന്റെ കവർ ഉണ്ടായിരിക്കും. അതൊക്കെ അതൊരു അതിന്റെ പുറകിലൊരു അഡ്വർടൈസിങ് ടെക്നോളജി ഉണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുന്ന കളർ കോമ്പിനേഷൻസ് ഇതെല്ലാം അട്രാക്റ്റീവാണ്. ശരിക്കും ബൈ ഓർഡർ അനുസരിച്ച് ഇപ്പം നമ്മൾ ഫോറിനിൽ നിന്നുള്ള സിഗരറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ 75% ഈ ക്യാൻസറിൻ്റെ പടമായിരിക്കും.
നമ്മുടെ ക്യാൻസറിന്റെ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഇല്ല. അപ്പൊ അതിലും ഇവർ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വളരെ തന്ത്രപരമായ ഇടപെടലാണ് നടക്കുന്നത്. അത് സബ്റ്റിലാണ്. സബ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ല. അത് നമുക്ക് തരുന്ന എന്താ പറയാ, അതൊരു പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉപദ്രവകാരികളല്ല, നമ്മളെ സഹായിക്കുന്നു എന്ന രീതിയിലൊക്കെ മുന്നറിയിപ്പോട് കൂടിയിട്ടല്ലേ എന്ന് തോന്നുകയും, എന്നാൽ അടിവശത്ത് ആ ഒരു വലിയ വ്യവസായം വിപുലീകരിച്ചു പോകണം എന്നുള്ള ആഗ്രഹം അവിടെ നിലയ്ക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എക്സാമ്പിൾ എന്ന് പറയണമെങ്കിൽ മദ്യം അതൊരു ഡ്രഗ് ആണെന്ന് നമുക്ക് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അത് വിൽക്കാൻ അനുവാദമുള്ളത് ഒരു ബിവറേജ് കോർപ്പറേഷന് മാത്രം കൃത്യമായ അളവിൽ ഒരാൾക്ക് കൊടുക്കേണ്ട അളവ്, വെക്കേണ്ട അളവ്, അതിന്റെ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് തന്നെയാണ് ഈ ടൊബാക്കോയും. അപ്പൊ അതിന് നിയന്ത്രണങ്ങളില്ലാതെ എല്ലാം ഒരെണ്ണം വരെ കിട്ടും, ഒരെണ്ണമായിട്ട് കിട്ടും. പക്ഷെ ഇത് നിരോധനം എന്ന് പറയുന്നത് ഇത് പ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണോ ഡോക്ടറെ? അതങ്ങനെ എങ്ങനെയാണ്? നിരോധനമാണോ ഇതിനൊരു പരിഹാരമായിട്ടുള്ളത്? ഇപ്പൊ നമ്മൾ ഒരേ സമയം ജനന നിരക്കുകൾ, ഈ ജനനത്തോടനുബന്ധിച്ചുള്ള മരണനിരക്കുകളൊക്കെ കുറച്ച് വരുമ്പോഴേക്കും ഡോക്ടർ ഈ പറഞ്ഞ ഒരു 13-15 വർഷത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം കുട്ടികൾ വീണ്ടും ഇങ്ങനെയുള്ള ശീലങ്ങളിലേക്ക് വരികയും ഒരുപാട് ഇപ്പോൾ ഓരോ 5 സെക്കൻഡിലും ഓരോരുത്തർക്ക് മരിക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മൾ ജനനനിരക്ക്, ആ ജനനത്തോടു കൂടിയുള്ള മരണനിരക്ക് കുറയ്ക്കുമ്പോഴും അതിനുശേഷമുള്ള രോഗങ്ങളും മരണത്തിനും പ്രാധാന്യം കൊടുക്കാത്തൊരു വിരോധാഭാസമല്ലേ? ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് എന്താണ് ഇതിനെ നിർദ്ദേശിക്കാനുള്ളത്? അല്ല, ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു പൊതുജനാരോഗ്യ സയൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് റെഗുലേറ്ററി അപ്രോച്ച്, നിയമങ്ങൾ വഴി ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് മിക്ക സ്ഥലത്തും ഫെയിലിയറാണ്. നമുക്ക് ലോങ് ടേം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടണം, ഫൈൻ അടയ്ക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് സിഗരറ്റ് വലിച്ചാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വലിയൊരു രീതിയിൽ ഇതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, ആരെങ്കിലും ഈ അടുത്ത് വിയറ്റ്നാമിൽ പോവുകയാണെങ്കിൽ, വിയറ്റ്നാമിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും പുകവലിക്കും. നമ്മുടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മറവിൽ നിന്നാണ് ഇപ്പോഴും വലിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട്. പക്ഷെ അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ബസ്സിൽ വലിക്കുമായിരുന്നു, സിനിമ തിയേറ്ററിൽ വലിക്കുമായിരുന്നു. അതൊരു വലിയൊരു മാറ്റാണ്. പക്ഷെ അതുവരെ അവിടെ നിൽക്കും. ബാക്കി വലിക്കാതിരിക്കേണ്ടത് ഈ തനിയെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കൊച്ചുകുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സ്കൂളുകളുടെ എഡ്യൂക്കേഷൻ ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ ഈ വർഷം മുതൽ തുടങ്ങുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് കതിരിലൊരിക്കലും വളം വെച്ചിട്ട് കാര്യമില്ല. അവിടെയാണ് ഒരു പോയിന്റ് കൂടി എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പുക, സ്വഭാവം, നിക്കോട്ടിൻ, ഇത് 3 അടങ്ങിയൊരു കോംബോ ആണ്. ഇതിന്റെ തുടർച്ചയാണ്. ഇതൊരു ഗേറ്റ് വേ ആണ്. ഇത് തുടങ്ങുന്ന ഒരാൾക്ക് നാളെ കൊക്കൈൻ കിട്ടിയാലും കഞ്ചാവ് കിട്ടിയാലും ഇത് വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതൊരു ഒരു വഴിയാണ്. ആ വഴി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് കിടക്കുന്നത് നമ്മൾ പറയുന്ന അപ്പോൾ പുകയില അനുവദിച്ചവരുടെ കുറ്റമാണ് കഞ്ചാവിൻ്റെ പുറകിലും നിക്കോട്ടിന്റെ പുറകിലും. ഇത് ആദ്യത്തെ വഴിയാണ്, ആദ്യത്തെയാണ്. ഇത് ഇവിടുന്ന് പിന്നെ പോകുന്നത്. ഇപ്പൊ എപ്പോഴും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ മുഖത്തോട്ട് നോക്കി ഇവരാരും ആദ്യം സംതൃപ്തരായിട്ടല്ല കഴിക്കുന്നത്. വളരെ വിരസമായിട്ടുള്ള ഒരു മുഖഭാവമാണ്. പുക ആദ്യമായിട്ട് വലിച്ചു തുടങ്ങുമ്പോഴൊക്കെ ചുമച്ചു തുപ്പുന്നതും, അതുപോലെ മദ്യമാണെങ്കിലും കഴിക്കുമ്പോൾ അതിന്റെ കയ്പ്, ഇതൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുമ്പോൾ പോലും പിന്നീട് അതിലേക്ക് വീണ്ടും വീണ്ടും അഡിക്റ്റ് ആവുന്ന, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാവുന്ന രീതിയിലുള്ള മിഠായികളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടുള്ള വലിയ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുന്നതും, അല്ലെങ്കിൽ അതിനെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളിൽ ഈ കൂട്ടുകാർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞാൻ വലിയ പ്രതിഭാസമാണ് എന്ന് കാണിക്കുന്ന ചില ചിന്തകൾ ഉൾപ്പെടെ അവർക്ക് കിട്ടുന്ന ഗെയിമുകളും സിനിമകളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ചില രീതികൾ, ഒരു ഹീറോ മനോഭാവം കാര്യങ്ങളൊക്കെ പ്രശ്നമാകുന്നുണ്ടെന്നുള്ളതാണ്. ഇതിൽ നമ്മളിനി ഏറ്റവും കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു കാര്യം, ഇത് തെറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷമാണെന്ന് അറിഞ്ഞിട്ടും ചെയ്തു പോയി എന്ന് പരിതപിക്കുന്ന ഒരുപാട് പേര് ഇതിന് കരകയറാൻ പറ്റാണ്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണ് അവരെ നമുക്ക് സഹായിക്കാനാവുക? അല്ല, ഇത് ടഫാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മദ്യപാനം എന്ന് പറയുന്നേക്കാളും ടഫാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൊബാക്കോ. അതാണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സ്ട്രോങ് അല്ലേ സർ? അല്ല, അതാണ് പോസിറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി, ഈ 2 വാക്കുകൾ. അതായത് ഇതിന് കിട്ടുന്ന അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം 57% നമ്മൾ ടാക്സ് ചെയ്യുന്നത്. ഒരു സിഗരറ്റിന്റെ മുകളിൽ 57%.
അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി നമ്മൾ ജനം തീരുമാനിക്കണം, ഇത് കുറയ്ക്കണം എന്നുള്ളത്. ഇത് അവൈലബിൾ ആവരുത്. അതിനു വേണ്ടി ദൂരെ നടക്കേണ്ടി വരിക. അത് ഒരു 100 പാക്കറ്റേ കിട്ടുള്ളൂ. ഇതിപ്പോ 1 വരെ കിട്ടും. ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് 17-20 രൂപ വരെ ഉള്ളൂ. അത് ഈസിലി, അതായത് പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാവുമ്പോഴാണ് നമ്മൾ ആ ഒരു ടെംപ്ടേഷൻ വരുമ്പോ പിന്നെയും പോകുന്നത്. അപ്പോൾ അതാണ് ഇതിന്. പിന്നെ ഇപ്പോൾ തന്ത്രപരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്ലേവേർഡ് ആയിട്ടുള്ള സിഗരറ്റ്സ്. അതാണ് ഇവരുടെ ലേറ്റസ്റ്റ് തന്ത്രം. മെന്തോള്, സ്ട്രോബെറി, ഇതിലൊന്നും കുഴപ്പമില്ല. അത് ഈ പുകയടിക്കുമ്പോഴുള്ള സൂത്തിങ്, ആ സൂത്തിങ്ങിലൂടെയാണ് ഇപ്പോൾ ഒരിക്കൽ ഒരു ശീലമായി കിട്ടേണ്ട താമസമേ ഉള്ളൂ. പിന്നെ ആ റൂട്ടിലായി പിന്നെ ഒരു 80-90 വയസ്സ് വരെ ഈവൻ ശ്വാസം മുട്ടുമ്പോൾ പോലും ഇത് വലിക്കും. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബോധപൂർവമായ ഒരു ശ്രമം നമുക്ക് എപ്പോഴും നടത്തണം. ഒരു പ്രാവശ്യം തോറ്റത് കൊണ്ട് നിർത്താതിരിക്കരുത്. ഇപ്പോൾ ഒരു പാക്കറ്റ് വലിക്കുന്ന ഒരാൾ, അതാണ് എനിക്ക് അടുത്തൊരു ഏകദേശം ഒരു 10 വർഷമായിട്ട് നമ്മുടെ ഇടയിൽ സിഗരറ്റിൻ്റെ അളവ് കുറവാണ്. പുകയില 30%, അതായത് ഒരു ആവറേജ് 4 പാക്കറ്റ് ഒരാൾക്ക് വേണമെന്ന രീതിയിൽ നിന്ന് 2 പാക്കറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ബോധവൽക്കരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് കൊണ്ടോ മാറുന്നുണ്ട്. സ്ലോ ആയിട്ടാണെങ്കിലും മാറുന്നുണ്ട്. അപ്പോൾ മാറ്റേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തുടങ്ങുന്നവർ ഒരു പാക്കറ്റ് ഉപയോഗിക്കുന്നവർ 1/2 പാക്കറ്റ്, അല്ലെങ്കിൽ വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. തീരുമാനങ്ങൾ 8 മണി മുതൽ 5 മണി വരെയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ രാത്രി വീട്ടിൽ വന്നതിന് ശേഷം ഉപയോഗിക്കില്ല എന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഞാൻ കയ്യിലൊരു മിഠായി കരുതുകയാണ്. കാരണം ഇത് ഡോപ്പമിനാണ്, നമുക്കൊരു സുഖം കിട്ടണം. പകരം വെക്കാൻ എന്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ ശീലത്തിന് പകരം വെക്കാൻ. അപ്പോൾ ഓരോ പ്രാവശ്യം തോന്നുമ്പോഴും നമുക്ക് എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള മറ്റ് സാധനങ്ങളിലേക്ക് മാറണം പകരം. ഇപ്പോൾ ഒരു ദിവസം 20 സിഗരറ്റ് വലിക്കുന്നവൻ ഒരു 2 ആക്കി കുറച്ചാൽ അത് തന്നെ വലിയൊരു മൂവ്മെന്റ്. അപ്പോൾ ഇപ്പൊ എളുപ്പമല്ല എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കണം, സ്വയം അംഗീകരിക്കണം. ഇത് അഡിക്ഷൻ ആണ്. കാരണം ഇത് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് മറ്റെന്താന്ന് ചോദിച്ചാൽ കഞ്ചാവും ആണ്, കൊക്കൈൻ, ഹെറോയിൻ, ഇതിലൊക്കെ പെടുന്ന സാധനങ്ങൾ. സ്റ്റിമുലൻ്റ് ആണ്, നമ്മുടെ ഹാർട്ടിനടക്കം ബീറ്റിനടക്കം കൂട്ടും. അതൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് നമ്മൾ വേണ്ടാന്ന് വെക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ, അതായത് നമുക്കൊരു ഉഷാറ് കിട്ടുന്ന സാധനമാണ്. സുഖം, ഉഷാർ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പകരം വെക്കാൻ എന്തെങ്കിലും കാണണം. മിഠായിയോ അല്ലെങ്കിൽ നമുക്കൊരു നടത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടുള്ള സംസാരമോ, അങ്ങനെയുള്ള ഒരു വഴി മാത്രമേ ഇതിനുള്ളൂ. പിന്നെ നമുക്ക് മരുന്നുകളുണ്ട്, പ്രോപ്പിയോൺ എന്നൊക്കെ പറയുന്ന മരുന്നുകൾ. അതൊക്കെ കോസ്റ്റ്ലിയാണ്. സാധാരണക്കാരൻ്റെ കയ്യിൽ വരുന്ന കാര്യങ്ങളല്ല അതൊന്നും. സാധാരണക്കാരൻ എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഒരു ലക്ഷ്യമാണ്. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് വലിക്കുന്ന ആളാണ്. ഈ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുകാർ എപ്പോഴും ഈ തുടങ്ങുന്നവനെ എപ്പോഴും പ്രാഗുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. നീ എന്ന് നന്നാവാനാണ്. പക്ഷെ ആ 10-20 ഉള്ളവൻ ചിലപ്പോൾ അത് 10 ആക്കിയിട്ടുണ്ടാവും. അത് നമുക്ക് ഈ 0-20 എന്നുള്ള കണക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ 20 വലിച്ചിരുന്നു, അത് 10 ആക്കി എന്ന് പറയുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം അറിഞ്ഞുകൂടാ. ഈ അഡിക്ഷന്റെ ഗൗരവം എന്താ മനസ്സിലാക്കില്ല. വർഷങ്ങളെടുക്കും. അതായത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിർത്തുന്നതല്ല. ഇടയ്ക്ക് ചിലപ്പോൾ റിലാപ്സ്, വീണ്ടും തുടങ്ങാം. സ്ട്രെസ് വരുമ്പോൾ തുടങ്ങാം. കാരണം അത് സ്ട്രെസ്സിലാണ് വരുന്നത്. പിന്നെ കൂട്ടുകാരുടെ കൂടെ വീണ്ടും പഴയ കൂട്ടുകാരെ കാണുന്നു, പ്രലോഭനങ്ങൾ വരുന്നു. അപ്പോൾ ഈ എല്ലാ മിനിറ്റിലും തീരുമാനം എടുക്കുകയാണ് വേണ്ടെന്ന്. അത് അത്ര എളുപ്പമല്ല. അപ്പോൾ അത് എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവർ സഹകരിക്കണം. ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരുപാട് രോഗികൾ വരും. അതിൽ ഡോക്ടർക്ക് എപ്പോഴൊക്കെയാണ് അവരോട് പുകവലിക്കരുത് എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെ രോഗങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് അങ്ങനെ പറയേണ്ടി വന്നിട്ടുള്ളത്? തിരികെ വീണ്ടും അവരൊരു കൺസൾട്ടേഷന് വരുന്ന സമയത്ത് ഈ പുകവലി നിർത്താത്തത് കൊണ്ട്, മരുന്ന് കൊടുത്തത് കൊണ്ട് കുറയാതിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? അല്ല, നമ്മുടെ ഒരു രോഗിയോട് ചോദിക്കേണ്ട അടിസ്ഥാന ചോദ്യങ്ങളിൽ ഒന്നാണ് പുകവലി. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പ്രഷർ, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ഇതിലെല്ലാത്തിലും പുകവലിയുടെ കാരണമുണ്ട്.
ഇപ്പം നമ്മൾ പറയുന്ന മദ്യപാനം എന്ന് പറയുന്നത് ലിവർ ഡിസീസ്, ലിവറിനെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ ഇതിൽ പുകയിലേക്ക് എല്ലാ ഏരിയയിലും വ്യാപിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, ലങ്സിൽ മാത്രമല്ല. അപ്പോൾ അതിന് നമ്മൾ ചോദിക്കുന്ന അടിസ്ഥാന ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിൽ ഒരു കുരുക്ക് കിടക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അവരെ ഉപദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. നമ്മൾ നിർത്താൻ പറയും, നിർത്തണം എന്ന് പറയും, ഇതിൻ്റെ ദോഷവശങ്ങളൊക്കെ പറയും. മിക്കവാറും ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഒരു 60-70 വയസ്സായിട്ടുള്ള അപ്പാപ്പന്മാരോടാണ്. അപ്പൊ അവര് നമ്മളോട് തിരിച്ചു ചോദിക്കുന്നത് നിർത്തിയിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ്. ഓൾറെഡി അവർ ഡിസീസ്ഡ് ആയി. പക്ഷെ നമ്മുടെ കയ്യിൽ കിട്ടാത്ത, അല്ലെങ്കിൽ നമ്മൾ കൊല്ലത്തിലൊരിക്കലൊക്കെ ക്ലാസ് എടുക്കുന്ന ഈ കുട്ടികളാണ്. അവരോടൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് നിരന്തരമായി വലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു പിന്നെ അങ്ങനത്തെ അവർ കുട്ടികൾ പറയൂല. അത് അവരുടെ ഫ്രണ്ട്സിന്റെ തമ്മിലുള്ള ആ ഒരു ബോണ്ടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതല്ലെങ്കിൽ ഞാൻ ഒറ്റയാനാണ്, എനിക്ക് പഠിക്കുന്ന കുറച്ച് ടോപ്പേഴ്സ് മാത്രം 4-5 പേരേ ഉള്ളൂ. ഇതാവുമ്പോൾ വലിയൊരു സംഘം. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ നടക്കാം, രാജാവായി നടക്കുന്നു, അല്ലെങ്കിൽ വലിയൊരു സുഹൃത്ത് ബന്ധം, ഞാൻ ആരൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ അതാ പറയുന്നത്, ഐഡന്റിറ്റി ക്രൈസിസ്, ഐഡന്റിറ്റി, ഞാൻ ആരാണെന്ന് ചോദ്യം. ഇതൊക്കെ നടക്കുന്ന ഏജാണ് ഈ പറയുന്ന 13 മുതൽ 15 വരെ. അവിടെയാണ് ടാർഗറ്റ് ചെയ്തത്. നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് അത് കുട്ടികളെ സംബന്ധിച്ച്. അത് അവർക്ക് ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പുകവലി അർബുദത്തിന് കാരണമാകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏത് ഫിലിം കാണാൻ തിയേറ്ററിൽ പോയാലും അർബുദമാണ് അതിനെക്കുറിച്ച് പ്രധാനമായിട്ടും, വായിലുള്ള ക്യാൻസർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, വന്ധ്യതയ്ക്കും കൂടെ ഇത് കാരണമാകുന്നുണ്ടെന്നുള്ളതാണ്. കൂടുതലും പുരുഷന്മാരാണല്ലോ ഈ പുകവലിക്കാനായിട്ട് കാരണമാകുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്നത്. സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്, എന്നാലും തുലവും കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വന്ധ്യത എന്ന് പറയുന്നത് ഒരു അടുത്തൊരു തലമുറയെ കൊണ്ടുവരേണ്ട യുവജനങ്ങളുടെ ഈ ഒരു വന്ധ്യതയിലേക്കുള്ള കടന്നുവരവ്, അതും ഒരു പ്രധാന വിഷയമല്ലേ ഡോക്ടറെ? അതെ, പ്രധാന വിഷയം. നമ്മളൊരു സബ്ജക്റ്റിന് എടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മോർട്ടാലിറ്റിയാണ്, മരണമാണ്. അതുകൊണ്ടാണ് സ്ട്രോക്കിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു യൂസ് ചെയ്യുന്നതിൽ നമ്മുടെ മോട്ടിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, സ്പേമിൻ്റെ, ശുക്ലത്തിലുള്ള മോട്ടിലിറ്റി, അതിൻ്റെ അനക്കം, അതല്ലെങ്കിൽ അതിൻ്റെ വേഗത, അതിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ, ഇതൊന്നും പൂർണ്ണമായി നമുക്ക് ഇത് തന്നെ ബാധിക്കുന്നുണ്ടോ എന്ന് പഠനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിലും പുറത്തൊക്കെ ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ബാധിക്കുന്ന ഒരു എഫക്റ്റാണ് ഈ പറയുന്ന ഇത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ പുകവലി രൂപം കൊണ്ടിട്ടുള്ള രോഗങ്ങളിൽ 100%-ൽ 70% നേരിട്ട് വലിക്കുന്നതാണെങ്കിൽ ബാക്കി 30% കൂടെ കിട്ടിയിട്ടുള്ളതാണ്. അവരുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിലെ വീട്ടിലാണ്. ഇപ്പൊ നമ്മളൊരു പുകയുടെ കാര്യം പറയുകയാണെങ്കിൽ അതില് നിക്കോട്ടിൻ ഒരു സാധനമാണ്. പിന്നെ കെമിക്കൽസ്, പലതരം കെമിക്കൽസ് ഉണ്ട്. 3 എന്ന് പറഞ്ഞ സാധനം ടാറാണ്. ടാർ എന്ന് പറഞ്ഞ ഇതിൻ്റെ മെറ്റീരിയൽ എല്ലാം കൂടി ഒരു കുഴമ്പ് രൂപത്തിലാവുന്നുണ്ട്. ഈ സാധനം നമ്മുടെ ചുമരിലുണ്ടാവും, നമ്മുടെ എന്താ പറയുക, കർട്ടൻസിൽ കാണും, നമ്മൾ വീട്ടിൽ വലിക്കുന്നിടത്തൊക്കെ ഇത് കാണും. ഇത് അവിടെ നിന്ന് പോകുന്നില്ല, ഇത് പറ്റിപ്പിടിച്ചിരിക്കും. ഇത് നമ്മളെ പിന്നീട് അത് ശ്വസിക്കുന്നവരൊക്കെ ബാധിക്കുന്നുണ്ട്. നേരിട്ട് പുക മുഖത്തേക്ക് വരുന്നില്ല. ഇത് എവിടെയെങ്കിലൊക്കെ ഇതുപോലെ പരിസരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ശ്വസിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ഒരു നമ്മുടെ കാറിലുണ്ട്. സ്വന്തമായിട്ട് മാത്രമല്ല, പരിസരത്തുള്ള ആളുകളെ കൂടെ രോഗികളാക്കാനായിട്ട് ഈ പുകവലിക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വന്ധ്യത, അല്ലെങ്കിൽ നമ്മൾ ഈ മരണനിരക്ക് എന്ന് പറയുമ്പോഴും ഒന്നും അറിയാത്ത പാവങ്ങളും ഇതിൽ പെട്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതൊരു നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു നമുക്ക് ചെയ്യാവുന്ന ഒരു സാമൂഹ്യ നന്മയായിട്ട് കൂടെ കാണേണ്ടിയിരിക്കുന്നു അല്ലേ? എനിക്ക് തോന്നുന്നത് ആഗ്രഹം ഉണ്ടെങ്കിലും പുറത്തു വരാനുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള അവരുടെ ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതാണ് ഇപ്പോൾ ഡോക്ടർ ജോബിൻ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ബുദ്ധിമുട്ട് തന്നെയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത്. ജനം മൊത്തത്തിൽ മനസ്സിലാക്കണം. അതെ, ഇങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി കൂടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള, ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ വില കൂടിയ മരുന്നുകൾ കൂടാതെയുള്ള ക്ലിനിക്കുകളോ, അങ്ങനെ ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില ടെസ്റ്റുകളൊക്കെ പോലെ
ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സകൾ ഇതിന് ഫലപ്രദമാണോ, അതോ നമ്മൾ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പോരാനായിട്ട് ഇന്ന് ആധുനിക ശാസ്ത്രം എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഏത് അഡിക്ഷന്റെയും ഒരു 20% മാത്രമേ ഈ മരുന്നുകൾക്ക് സപ്പോർട്ടുള്ളൂ. അതായത് നമ്മുടെ വിൽ പവറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ മരുന്നിന് ഇത് ഓൾട്ടർ ചെയ്യാനൊന്നും പറ്റില്ല. മരുന്ന് ചെയ്യുന്നത് ഈ നിക്കോട്ടിൻ, ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാലം ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ 10 റിസപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു 50 വയസ്സാകുമ്പോഴേക്കും ഈ നിക്കോട്ടിൻ റിസപ്റ്റർ ഞാൻ വലിച്ചിട്ട് ഒരു 1,00,000-ആയിട്ടുണ്ട്. ഇതിൻ്റെ അളവ് കുറഞ്ഞു വരണം, അതിന് സമയമെടുക്കും. അതുവരെ നമ്മൾ പകരം എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പറയുന്ന നിക്കോട്ടിൻ ഗമ്മ്, അതായത് നിക്കോട്ടിന്റെ റിലീഫ് കിട്ടും. എന്നാൽ അഡിക്ഷൻ നിർത്താൻ എളുപ്പമല്ല. പക്ഷെ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം മറ്റ് ഹാംഫുൾ ആയിട്ടുള്ള സബ്ജക്ട്സ്, അതായത് പുക, ടാർ, അത് കുറയ്ക്കുകയാണ്. പക്ഷെ അപ്പോൾ നിക്കോട്ടിൻ അഡിക്ഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. നിക്കോട്ടിൻ അഡിക്ഷൻ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബൂപ്രോപ്പിയോൺ എന്ന് പറയുന്ന ഇതിന്റെ പകരക്കാരനെ കൊടുക്കണം. അത് ഭയങ്കര ടഫാണ്. പക്ഷെ ഇതെല്ലാം 20% അല്ലെങ്കിൽ 30% സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷെ ആദ്യം വേണ്ടത് എനിക്ക് നിർത്തണം എന്നൊരു തോന്നലാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പരസ്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരും നിർത്തിയിട്ടുള്ള ആളുകളുടെ റിവ്യൂസും കൂടെ വേണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയവരുടെ സന്തോഷം അല്ലെങ്കിൽ നിർത്തിയവർക്കുണ്ടാകുന്ന ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ പരസ്യങ്ങൾ നമ്മൾ വളരെ കുറവാണ്. ഇപ്പൊ പറയുന്നത് പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ. ക്യാൻസറിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, ഇത് നിർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടിയിരിക്കും. ഏത് സമയത്ത് നമ്മൾ നിർത്തിയാലും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ശരീരത്തിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ഡോക്ടറെ? റിയാക്ഷൻ എന്ന് പറയുന്നത് നിക്കോട്ടിൻ ചെല്ലാതിരുന്നുള്ള കുറച്ചൊരു നമുക്ക് ബുദ്ധിമുട്ട് കാണും. പക്ഷെ അതിന് ശേഷം ഇത് അഡ്ജസ്റ്റ് ചെയ്യും. ബോഡിയുടെ അഡ്ജസ്റ്റ്മെന്റ് അൺബിലീവബിൾ ആണ്. അതിന് നമ്മൾ നിർത്തുന്ന സമയം മുതൽ നമ്മുടെ ലങ്സിന്റെ ഹീലിംഗ് നടക്കും. അങ്ങനെയാണ് പറയുന്നത്, ലങ്സിന്റെ ഹീലിംഗ് നടക്കും. ഡാമേജ് വന്നിട്ട് ഓൾറെഡി നശിച്ചു പോയ ഏരിയാസ് ഉണ്ടായിരിക്കും, പക്ഷെ അത് റീജനറേറ്റ് ചെയ്യില്ല, അത് വീണ്ടും ഉണ്ടാവില്ല. പക്ഷെ കേടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു 10% 20% ചേഞ്ച് വന്നിട്ടുള്ള സാധനങ്ങളിൽ തിരിച്ചു വരും, റിപ്പയർ ചെയ്യപ്പെടും. നമ്മൾ കുറേ കൂടി നമ്മൾ നിർത്തുന്ന നിമിഷം മുതൽ നമ്മുടെ ഇപ്പൊ പരസ്യത്തിൽ പറയുന്നുണ്ട്, നമ്മൾ നിർത്തുന്ന 10 മിനിറ്റ് മുതൽ ഒരു പഫ് കുറയ്ക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ, നമ്മുടെ പ്രഷർ കുറയും, പ്രഷർ നോർമലാവാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് നമ്മൾ എനിക്ക് തോന്നണ ചില പഠനങ്ങൾ, എനിക്കത് എത്രത്തോളം ആധികാരികതയോടെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ പറയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു സ്മോക്കിംഗ് നിർത്തി ഒരു 10 വർഷത്തിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് മുമ്പുള്ള ലങ്സ് പോലെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു 10 വർഷത്തെ ഗ്യാപ്പ് അവർ പറയുന്നുണ്ട്. അത് നിർത്തിയിട്ട് ഒരു 10 years. അപ്പോൾ നമ്മുടെ പഴയ ലങ്സ് പോലെ ആകും എന്നാണ് പറയുന്നത്. അത് അതിലേക്ക് എത്താനുള്ള തീരുമാനം എടുക്കാനും നിർത്താനുള്ള ഒരു സമയത്തിലേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നടപ്പാക്കുന്ന ഒരു സമയമാണ് ഈ ദൈർഘ്യം നമ്മൾ വർദ്ധിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അത് നിർത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന് വളരെ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. ഇപ്പോ സ്ട്രോക്ക്, എയർലി സ്ട്രോക്ക് എന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പോ 70 വയസ്സ് കഴിഞ്ഞാലാണ് ഒരു സ്ട്രോക്കിനൊക്കെ ഉള്ള ഒരു സാധാരണ, പക്ഷെ 50 വയസ്സിലും 45 വയസ്സിലൊക്കെ വരുന്നത് ഇതിന്റെയൊക്കെ ഒരു എഫക്റ്റ് കൊണ്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഈ പുകവലി ഉപേക്ഷിക്കുന്നത് മൂലം നമുക്കൊരു 10 വർഷത്തേക്ക് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 10 വർഷത്തെ ഒരു അഡീഷണൽ പീരീഡ്. ഇപ്പൊ ഇത് വലിച്ചാലും വലിച്ചില്ലെങ്കിലും വരുമല്ലോ എന്നാണ് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം നിങ്ങളൊരു 10 വർഷം നേരത്തെ വരും. അപ്പൊ ചിലര് പറയും ഞങ്ങളുടെ നാട്ടിൽ ഈ ചേട്ടൻ ഇത്രയും കാലം വലിച്ചു, അയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റയർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ചിലർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് ഒരുപക്ഷെ മരണകാരണമാകുന്നത് ഇതാണെങ്കിൽ നമുക്ക് പോയില്ലേ. അതാണ്. അപ്പൊ അതിന് നമ്മളൊരു മരണം എന്നല്ല, ഈ മരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മളൊരു വെറുതെ ഒരു മരണമല്ല, ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഡോക്ടർ ശരിക്കും വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ അടുത്ത് അത് അങ്ങനെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു സഹിക്കാൻ പറ്റാത്ത ഒരു മരണമാണ്, പെയിൻഫുൾ ആണ് എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, നമ്മൾ ഒരു അധ്വാനിച്ച് സന്തോഷമായി ജോലി ചെയ്ത് നമ്മൾ കൂട്ടിവെക്കുന്ന ചെറിയൊരു പൈസയുണ്ട്.
ഒരു 50-60 കഴിയുമ്പോൾ നമുക്ക് പിന്നെ ജോലി ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് ഇവിടെ വരുന്നത്. ഈ സാധനങ്ങളുടെ എല്ലാ എഫക്റ്റും നമ്മൾ ചെറുപ്പത്തിൽ തുടങ്ങിയ ഒരു തമാശ നമ്മുടെ ഒരു 70 നമുക്ക് ഇനി ജോലി എടുക്കാൻ ആരും ജോലി തരില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു സാധനം കടന്നു വരും. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സകലതും കൊണ്ടുപോകും. ജീവിക്കാനുള്ള ആഗ്രഹം ബാക്കി. പക്ഷെ സകലതും കൊണ്ടുപോകും. കാരണം ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ മാറുന്ന ട്രീറ്റ്മെന്റ് അല്ല. ഇതിന്റെ ഈ പറഞ്ഞ സ്ട്രോക്ക് ആണെങ്കിലും ഹാർട്ട് ഡിസീസ് ആണെങ്കിലും ഇതിനൊന്നും ഒരു 1000 രൂപയിൽ മരുന്ന് കഴിച്ചാൽ നിൽക്കുന്ന സാധനമല്ല. ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ സംസാരമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു ബാധ്യതയാവും ഈ പ്രായത്തിന് ശേഷം. അത് നമ്മൾ ഇനി അധ്വാനിക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കിത് അധ്വാനിക്കാനൊക്കെ കഴിഞ്ഞു, ഇനി വെറുതെ വീട്ടിലിരിക്കാനേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഒരു സ്വഭാവം കൊണ്ട് ദോഷം കൊണ്ട് വരുന്നത്. ശരിയാ. അപ്പൊ അത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് പുകയല്ല, തീയാണ്. തൊട്ട് കഴിഞ്ഞാൽ അത് പൊള്ളിയത് തന്നെയാണ്. അതുകൊണ്ട് തൊടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലേക്ക് എത്താതിരിക്കാനുള്ളത്. അതിൽ നമ്മൾ എന്ത് കോംപ്രമൈസ് ചെയ്താലും, ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും വേറെ ഏത് സിറ്റുവേഷനെ നമ്മൾ പറഞ്ഞാലും അത് ആ സിറ്റുവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും റിവേഴ്സ് ചെയ്ത് നോർമൽ ലൈഫിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഡോക്ടർക്ക് എന്താണ് കൂടുതൽ ശ്രോതാക്കളോട് പറയാനുള്ളത്? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതാണ് തുടങ്ങിയവര് നിർത്തുന്നതാണ് ഹീറോയിസം. അതാണ്. അല്ലാതെ തുടങ്ങിപ്പോയി എന്നുള്ളതല്ല, തുടങ്ങുന്നവൻ നിർത്തി എന്നുള്ളതാണ് ഹീറോയിസം. ആ ഹീറോകളുടെ കാലം വരട്ടെ. അതെ, അത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ. റീലുകളാവട്ടെ. തീർച്ചയായിട്ടും അത് തുറന്നു പറയട്ടെ. ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിരുന്ന ആളാണ്. 10 വർഷമായിക്കോട്ടെ, 20 വർഷമായിക്കോട്ടെ, ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങിയതായിക്കോട്ടെ. പക്ഷെ നിർത്തിയിട്ട് നമുക്ക് 50 കൊല്ലായി, നിർത്തിയിട്ട് 30 കൊല്ലായി എന്ന് പറയുന്ന ഹീറോകളുടെ കാലം, അതാണ് ഇതിനുള്ള പ്രതിവിധി. അപ്പൊ നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ഈ തന്ത്രങ്ങളൊക്കെ നമ്മൾ ആകർഷിക്കാനുണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികളോട് ഇതൊരു ഹീറോയിസം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റണം. സിഗരറ്റ് വലി അർബുദത്തിന് കാരണമാകുന്നു എന്നുള്ള പരസ്യം പറയുന്നതോടൊപ്പം അതിന്റെ താഴെ എഴുതേണ്ടത് ഇത് നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാക്കും, നിങ്ങളെ അടിമപ്പെടുത്തും എന്നും കൂടി പറയേണ്ട സമയം. നമ്മൾ അർബുദത്തിന് കാരണം പറയുന്നുണ്ട്, പക്ഷെ സിഗരറ്റ് നിങ്ങളെ അടിമത്തത്തിലേക്ക് നയിക്കും തീർച്ചയായിട്ടും എന്നുള്ളതാണ്. ഇത് നിർത്താൻ പ്രയാസമാണ്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ സിനിമാ താരങ്ങളൊക്കെ പറയട്ടെ. തീർച്ചയായിട്ടും പറയേണ്ടത് തന്നെയാണ്. നമ്മൾ ആരുടെ മുന്നിലും തലകുനിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആർക്കു മുന്നിലും തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒപ്പത്തിനൊപ്പാണ് എല്ലാവരും ഇപ്പോൾ ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിഗരറ്റിന് മുൻപിലും ഒരു ലഹരിക്ക് മുൻപിലും നമ്മൾ തലകുനിക്കില്ല എന്നൊരു തീരുമാനം. അതുപോലെ തന്നെ ഇപ്പൊ തൃശ്ശൂർ രാഷ്ട്രീയ നേതാക്കൾ തീരുമാനിക്കട്ടെ, ഒരു സ്കൂളിന്റെയും 400 മീറ്റർ പരിധിക്കുള്ളിൽ ഒരു സിഗരറ്റ് പോലും വിൽക്കപ്പെടില്ല എന്ന് തീരുമാനിക്കട്ടെ. അതുപോലെ അതിന്റെ ഒരു ലാഭവും വേണ്ടെന്ന് കടക്കാരും തീരുമാനിക്കട്ടെ. അതൊക്കെയാണ് ഹീറോയിസം. അതാണ് ഹീറോയിസം. അതെ, തീർച്ചയായിട്ടും ഡോക്ടറെ. ഇതൊക്കെ മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അത് പ്രാവർത്തികമാക്കാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിൽ വരുത്താനും സാധിക്കട്ടെ. ഇനിയൊരു മരണം ഉണ്ടാകുന്നത് തടയാൻ ഈ ഒരു ബോധവൽക്കരണ ദിവസം കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്കും സംതൃപ്തി നൽകും. എനിവേ, ഈ തിരക്കിനിടയിലും ഡ്യൂട്ടിക്കിടയിലാണ് ഡോക്ടർ ജോബിൻസ് ഹെലോ റേഡിയോയുടെ സ്റ്റേഷനിൽ എത്തുന്നത്. വളരെയധികം സ്നേഹത്തോടുകൂടി, വളരെ അതിന് എന്താ പറയുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു അറിവോടുകൂടി താങ്കൾ സംസാരിക്കേണ്ടായി. അതിൻ്റെ യാഥാർത്ഥ്യവശമാണ് അങ്ങ് സംസാരിച്ചത്. നമുക്കതങ്ങനെ ഉണ്ടാകാം, അങ്ങനെയൊന്നുമല്ല, അത് ഉണ്ടാവും. അത് ഇങ്ങനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതുകൊണ്ട് എത്രയും വേഗം ആ ഒരു തീരുമാനമെടുക്കാനും നല്ല ഹീറോകൾ, ശരിക്കുള്ള ഹീറോകളാകാനായിട്ട് നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ഹെലോ റേഡിയോയിൽ എത്തിയതിനും സംസാരിച്ചതിനും അങ്ങയുടെ സമയം നൽകിക്കൊണ്ട് അറിവുകൾ പങ്കുവച്ചതിനുള്ള നന്ദി ശ്രോതാക്കൾക്ക് വേണ്ടി, പൊതുജനത്തിന് വേണ്ടി അറിയിക്കുകയാണ് ഹെലോ റേഡിയോ. മറ്റൊരവസരത്തിൽ വീണ്ടും നമുക്ക് മറ്റു വിഷയങ്ങളുമായിട്ട് കൂടി ചേരണം എളുപ്പത്തിൽ. അപ്പോൾ അതുവരേക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ജോബിൻസ് ജോസ് ആണ് നമ്മളോടൊപ്പമായിരുന്നത്. നന്ദി ഡോക്ടർ. താങ്ക് യു.